നമുക്കിപ്പം പൂരവിശേഷങ്ങളല്ല കാലാവസ്ഥാ വിശേഷങ്ങളുമായി ഉള്ളത് സ്വാതിയാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥകൾ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. എല്ലാവരും ഒരു പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പൂരത്തിന് ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ അറിയണ്ടേ ഇന്നത്തെ കാലാവസ്ഥ ഏതു രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാലാവസ്ഥ ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇന്ന് കേരളത്തിൽ എമ്പാടും മിതമായ തോതിലുള്ള മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം എവിടെയും ഇന്ന് യെല്ലോ അലേർട്ട് ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ മാപ്പ് പരിശോധിക്കാം. ആദ്യം തന്നെ ഇന്ന് എവിടെയും യെല്ലോ അലേർട്ട് ഇല്ല. എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ്. മഴ മുന്നറിയിപ്പ് എവിടെയുമില്ല. പക്ഷേ നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. നാളത്തെ ആ ഒരു മുന്നറിയിപ്പും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. നാളെ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ ബാംഗ്ലൂരുവിലുള്ള പ്രേക്ഷകരോട് ഒരു കാര്യം, അവിടെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൂരത്തിന് പോകുന്ന ആളുകളൊക്കെ മഴയില്ല എന്നുള്ളൊരു ആശ്വാസത്തിൽ പോകാം. എന്നാൽ കുടയെടുക്കാൻ മറക്കരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നല്ല ചൂടാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. മഴ കഴിഞ്ഞ് ഇന്ന് തീരെ മഴയില്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് വലിയ തരത്തിൽ ചൂട് കനക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് വരുന്നത്. അതായത് ആ ഒരു എങ്ങനെയാണ് താപനില എന്ന് നമുക്ക് പരിശോധിച്ചാൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിലും ഇന്ന് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ചൂട് എന്നുള്ളതാണ്. വലിയ തരത്തിൽ ചൂട് അനുഭവപ്പെടും ഈ ജില്ലകളിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് എടുക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ എല്ലാവരും തന്നെ കുട ചൂടാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. 36 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നല്ല കനത്ത ചൂട് തന്നെയാണ് ഇന്ന് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരുന്ന ഒരു കാര്യമാണ് കള്ളക്കടൽ പ്രതിഭാസം. ഇന്നും അത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി 11:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെയാണ് ഇന്ന് കാലാവസ്ഥ സംബന്ധമായ കാര്യങ്ങൾ. ശരി സ്വാതി.